നമസ്കാരം പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, അച്ഛനമ്മമാരെ, എൻ്റെ സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി സ്നേഹവന്ദനം. നമ്മുടെ കുന്നത്തുനാട് പഞ്ചായത്തിലെ കൈതക്കാട് നോർത്ത് 6-ാം വാർഡിലെ NDAയുടെ സാരഥിയായിട്ട് മത്സരിക്കുകയാണ്. നിങ്ങളേവരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാകണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. നമ്മൾക്കറിയാം, ഇന്ന് നമ്മുടെ കൈതക്കാട് നോർത്ത് 6-ാം വാർഡ് ഒരു പ്രത്യേക ഘട്ടത്തിലാണ് കടന്നു പോകുന്നത്. അതിമനോഹരമായ ഈ 6-ാം വാർഡ് നിർഭാഗ്യവശാൽ കഴിഞ്ഞാൽ ഇന്ന് വികസനം മുരടിച്ച അവസ്ഥയിലാണ്. നമുക്കറിയാം, 2000-ലധികം കുട്ടികൾ പഠിക്കുന്ന മാർക്കുറിലോസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന വഴി, ആ വഴിയുടെ ശോചനീയാവസ്ഥ നമ്മൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വിചിത്രമായൊരു കാഴ്ചയാണ്. അതുപോലെ തന്നെ ഈ വാർഡിലെ കിഴക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു മനോഹരമായ ഒരു വായനശാലയുണ്ട്. ഈ വായനശാല താഴോട്ട് പ്രവർത്തനം ആരംഭിക്കുകയാണെങ്കിൽ പ്രായമുള്ള ആളുകൾക്ക് ആ വായനശാലയിൽ വന്ന് വായിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ വികലാംഗരായ ആളുകൾ നമ്മളുടെ ഈ നാട്ടിലുണ്ട്. ഇവരെയെല്ലാം പരിഗണിച്ച് നമ്മുടെ 6-ാം വാർഡിലെ സ്ഥിതി ചെയ്യുന്ന ഈ വായനശാലയുടെ പ്രവർത്തനം ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് മാതൃകാപരമായി മാറ്റണമെന്നാണ് NDA സാരഥിയായ എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു വിഷയം. കൈതക്കാട് നോർത്ത് 6-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന തെക്കുവശത്ത് സ്ഥിതി മാർക്കുറിലോസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോകുന്ന വഴി വളരെ ദുരിതം അനുഭവിക്കുന്ന ഒരു വഴിയാണ്. അതുപോലെ തന്നെ ഈ വാർഡിൻ്റെ വടക്കുവശത്ത് ചെങ്കര ഭാഗത്തേക്ക് പോകുന്ന ഒരു വഴി കൂടിയാണ്. ഈ വഴിയുടെ അവസ്ഥ വളരെ മോശമാണ്. ഒരു തരത്തിലും നമുക്ക് യാത്ര യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ഇത് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ വാർഡിൻ്റെ നടുവെ പെരിയാർ വാലി കനാലാണ് പോകുന്നത്. അതുപോലെ തന്നെ ഒരു ചെറു കനാലും പോകുന്നുണ്ട്. ഈ പെരിയാർ വാലി കനാലിൻ്റെ തീരത്തിലൂടെയുള്ള മുണ്ടേക്കുടിയിലേക്ക് പോകുന്ന റോഡുകൾ, ആ റോഡുകളെല്ലാം തന്നെ ഇതുപോലെ ശോചനീയ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അതുപോലെ നമ്മുടെ വാർഡിലെ നടുകെയുള്ള ഒരു കനാൽ, ഈ കനാൽ ഇന്ന് വളരെ അധികം, ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, മാലിന്യ നിർമ്മാർജ്ജനം ഇല്ലാതെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരവസ്ഥയിലാണ്. നമ്മളുടെ ഈ വാർഡിൻ്റെ തന്നെ കിഴക്ക് വശത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടിമറ്റം എന്നും പറയുന്ന മനോഹരമായ ടൗണിൽ, ആ ടൗണിൻ്റെ മാലിന്യങ്ങൾ മുഴുവൻ വന്ന് അടിഞ്ഞു ചേരുന്നത് കൈതക്കാട് നോർത്ത് 6-ാം വാർഡിലെ പാടശേഖരങ്ങളിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ പാടശേഖരങ്ങളുടെ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവിടുത്തെ ഓടകളെല്ലാം മാലിന്യം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ കൈതക്കാട് നോർത്ത് 6-ാം വാർഡിലുള്ള പാടശേഖരങ്ങളൊന്നും തന്നെ കൃഷിയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വാർഡിൻ്റെ വടക്ക് വശത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ 2 ഏക്കർ ഗ്രൗണ്ടുണ്ട്. ഈ ഗ്രൗണ്ട് കലാരംഗത്തും കായിക രംഗത്തും പ്രവർത്തിക്കുന്നവർക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു കൊടുക്കുന്ന തരത്തിൽ വേണ്ടത്ര ആവശ്യമനുസരിച്ചിട്ടുള്ള പുരോഗമനം ആ മനോഹരമായ ഉദ്യാനത്തിന് അല്ലെങ്കിൽ ഗ്രൗണ്ടിനില്ല. അതിന്ന് കാട് പിടിച്ച് മാലിന്യ കൂമ്പാരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ നാട്ടിലെ കായിക കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ അതിന് വേണ്ടത്ര മുൻഗണന നാളിതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് അതിന് ഒരു പുരോഗമനം ആവശ്യമുള്ള ഒരു ഘടകം തന്നെയാണ്. അതുപോലെ നമ്മുടെ ഈ വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കുളങ്ങൾ അല്ലെങ്കിൽ ചിറകൾ, ഈ ചിറകളെല്ലാം തന്നെ ഇന്ന് മാലിന്യ കൂമ്പാരമായിക്കൊണ്ടിരിക്കുകയാണ്. യഥാസമയം വൃത്തിയാക്കാതെ പരിസരവാസികൾക്ക് കുളിക്കാനോ നനയ്ക്കാനോ പറ്റാത്ത അത്രയും അവസ്ഥയിലാണ് ഇന്ന് നിൽക്കുന്നത് തന്നെ. അതുപോലെ ചെറു കനാലിൻ്റെ അതിൻ്റെ പാസേജ് ചെറിയൊരു വലിയ പാസേജിൽ നിന്ന് ചെറിയൊരു 2 അടി താഴെ മാത്രമുള്ളൊരു പാസേജ് പോകുന്നതുകൊണ്ട് തന്നെ ആ വെള്ളം അവിടെ കെട്ടി നിൽക്കുകയും അതുകൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും ആ പരിസരവാസികൾക്ക് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെല്ലാം ഒരു മാറ്റം, ശാശ്വതമായ മാറ്റം നമുക്ക് അനിവാര്യമാണ്. നമ്മുടെ നാടിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്ര മനോഹരമായ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ള ഒരു നാടിനെ എത്രത്തോളം അതിനെ വൃത്തിയാക്കാതെയും ശുദ്ധിയാക്കാതെയും അതിൻ്റെ ഗതാഗത മാർഗങ്ങൾ എല്ലാം കാലങ്ങളായിട്ട് വരുന്ന ഭരണമുന്നണികൾ നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് നമ്മളൊന്ന് മാറി ചിന്തിക്കുന്നത് നല്ലതാണ്. മാറാത്തത് മാറണമെങ്കിൽ ഈ പ്രാവശ്യം കൈതക്കാട് നോർത്ത് 6-ാം വാർഡിൽ NDAയുടെ സാരഥിയായ എന്നെ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ വിനീതമായ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്.